നമ്മളിപ്പോൾ വായിച്ചത് ഭൂപാലി രാഗമാണ് 3 ഫിംഗറിൽ. ഈയുടെ ഫ്ലൂട്ടിലാണ് ഇപ്പോൾ വായിച്ചത്. സ രി ഗ പ ധ സ സ ധ പ ഗ രി സ. ഈ രാഗത്തിൽ നിന്നും ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ വെച്ചിട്ട് തന്നെ സായുടെ പൊസിഷൻ മാറിയിട്ട് വേറൊരു രാഗം ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സരിഗപ്പ ദസ, അപ്പം അതിൻ്റെ ശ്രുതി സായാണ്. അപ്പോൾ 3 ഈയുടെ ഫ്ലൂട്ടിന് സ. ഈ സായിനെ ആ രാഗത്തിൽ തന്നെ ധായിലേക്ക്, ധായുടെ ശ്രുതിയിലേക്ക് നമ്മൾ മാറ്റും, അല്ലെങ്കിൽ ധായിലേക്ക് ട്രാൻസ്പോസ് ഫിംഗറിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ ധസരി ഗപ്പ ധ ധാപ ഗ രി സ ധ എന്ന് വായിക്കണം. ധ സ രി ഗ പ ധ ധ പ ഗ രി സ ധ. എന്നിട്ട് ഈ ഫ്ലൂട്ടിൽ ധായുടെ ശ്രുതി നമ്മൾ ഇടുകയാണ്. അപ്പോൾ ആ ധാ സായായിട്ട് മാറും. ധായുടെ ശ്രുതി ഇടുമ്പോൾ, ധായുടെ ശ്രുതിയിലേക്ക് വരുമ്പോൾ ധാ സായായിട്ട് വരുമ്പോൾ, അപ്പോൾ ദസരി ഗപ്പദ എന്ന് വായിച്ചാലും വേറൊരു സ്വരമായിരിക്കും കേൾക്കണം. നമുക്കത് ഏതാണെന്ന് നോക്കാം. സ ഗ മ പ നി സ സ നി പ മ ഗ സ. ശുദ്ധ സന്യാസി അല്ലെങ്കിൽ ദാനി എന്ന് പറയുന്ന പെൻറ്റാറ്റോണിക് മൈനർ എന്ന് പറയുന്ന സ്കെയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഭൂപാലിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിനെ ധായിലേക്ക് ട്രാൻസ്പോസ് ഫിംഗർ ചെയ്ത് ധായെ സായാക്കുമ്പോൾ ഭൂപാലിയുടെ അതേ സ്വരസ്ഥാനങ്ങൾ തന്നെ ആയിരിക്കും ധായെന്ന് നമ്മൾ വായിക്കുക ഈ ഫ്ലൂട്ടിൽ. പക്ഷെ കേൾക്കുന്നത് സഗമ പനിസ എന്നായിരിക്കും. കുറേ പാട്ടുകൾ വായിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ രാഗങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഓരോ ഫിംഗറിൽ നിന്ന് ട്രാൻസ്പോസ് ചെയ്ത് വേറെ വേറെ രാഗങ്ങൾ നമുക്ക് എടുക്കാം. ഈ രാഗത്തിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ധായിൽ ട്രാൻസ്പോസ് ചെയ്യുക, അതുപോലെ ഗായിൽ ട്രാൻസ്പോസ് ചെയ്താൽ ഇന്നോളം കിട്ടും. അതുപോലെ പായിന്ന് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുർഗ കിട്ടും. രീന്ന് ട്രാൻസ്പോസ് ചെയ്താൽ മധ്യമാവധി. സരിമ പനി സ. ഇങ്ങനെ നമുക്ക് ഒരു രാഗം എടുത്തിട്ട് അതിൽ നിന്ന് അനേക രാഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും.